ഹലോ ഫ്രണ്ട്സ്, സ്നേഹബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ പപ്പടവടയാണ്. അടിപൊളി പപ്പടവട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: കടലമാവ്, എടങ്ങാഴി എടുക്കണം. അപ്പോൾ എടങ്ങാഴിയിൽ ഞാൻ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വട്ടയിലിട്ട് കൊടുക്കാം. അരിപ്പൊടി, അതിനുശേഷം കടലമാവ്, എടങ്ങാഴി അരിപ്പൊടിക്ക് അരടങ്ങാഴി കടലമാവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നല്ല തകർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് പപ്പടത്തിന് നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, തകർച്ച നന്നായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു അരടങ്ങാഴി നമ്മൾ ഇതെടുക്കുന്നുണ്ട്. അരടങ്ങാഴി കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 10 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുണ്ടെങ്കിൽ അല്ലാതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അത് കാരണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കളർ ചേർക്കണവർക്ക് ചേർക്കാം, പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് നല്ലതല്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ എപ്പോഴും മഞ്ഞൾപ്പൊടിയിലാണ് ഉണ്ടാക്കാറ്. മഞ്ഞൾപ്പൊടി ഒരു 6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എള്ള് ഒരു 3 ടീസ്പൂണോളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എള്ള് ഇത് കാണുമ്പോഴും അത് കഴിക്കുമ്പോഴും ഒരു ഇതല്ലേ, കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാകും. എള്ളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജീരകം ഒരു 2-3 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല ജീരകമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. മാവിനനുസരിച്ച് ഉപ്പ് ഒരിക്കലും ഇടരുത്. എന്താ വെച്ചാൽ പപ്പടത്തിൽ ഉപ്പ് ഇട്ടാവും. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ടാൽ മതി. 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. എന്താ വെച്ചെങ്കിലേ അല്ലെങ്കിൽ ഉപ്പ് കൂടും. നമ്മൾ പപ്പടവട കഴിക്കുമ്പോൾ ഉപ്പ് കൂടും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി നന്നായിട്ട് ഉപ്പും ഇതൊക്കെ ഇതിൽ മിക്സായിട്ട് നന്നായിട്ട് നിൽക്കണം. അപ്പോഴാണ് അത് ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ കട്ട പിടിച്ച് അവിടെ ഇവിടെയാവും നമ്മൾ മാവ് കലക്കുമ്പോൾ ചിലപ്പോൾ. അപ്പം അത് കാരണം നമുക്ക് നന്നായി മിക്സ് ആക്കാം. നമ്മൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ് പപ്പടവട. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ട സാധനം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കായം വെള്ളം. ഞാൻ കായം പാക്കറ്റ് കായം വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇനി കായപ്പൊടി ഉപയോഗിക്കണവർക്ക് കായപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കായം എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പൊടി കലക്കാൻ പോവാണേ. അത് നമ്മൾ ഈ വലിയ ഡവറയിൽ തന്നെ ഞാൻ കലക്കണില്ല കേട്ടോ. ഞാൻ കുറച്ച് പൊടി കുഞ്ഞി ഡവറയിൽ ഇട്ടിട്ടാണ് കലക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ പൊടി വേസ്റ്റായി പോകില്ലേ, മാവ് വേസ്റ്റായി പോകും. അപ്പം ആവശ്യത്തിന് ഈ ചെറിയ ഡവറയിൽ ഞാൻ പൊടി ഇട്ടിട്ടാണ് കലക്കിയെടുക്കുന്നത്. ബാക്കി മാവ് ഇങ്ങനെ കുറച്ച് പൊടി കുറച്ചൊന്ന് മാറ്റി വെക്കും. അപ്പം എന്താ വെച്ചെങ്കിലേ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ട ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ആ പൊടി അവിടെ ഉണ്ടല്ലോ. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. മിക്സ് ചെയ്ത് വെച്ച പൊടിയാണല്ലോ. അതിൽ കായമെല്ലാം ഞാൻ ഒഴിക്കുകയാണ്. പാകത്തിന് വെള്ളം ചേർക്കാം, വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിന് ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ കലക്കിയിടുക. കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കുകയും. അപ്പം അത് കട്ടയായിട്ട് പപ്പടം തിന്നാൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ പപ്പടം തിന്നാൻ മാവിരിക്കുമ്പോൾ അത് തകർച്ചയില്ലാതെ ഇങ്ങനെ പെട്ടെന്ന് തണുത്ത മട്ടാവും പപ്പടം. അപ്പം നല്ല തകർച്ച കിട്ടാനും കേട്ടാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ മാവ് കുഴച്ച് വെള്ളം പിന്നെ കായം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മാവ് കണ്ടത് ഈ ദോശമാവിന്റെ പരുവത്തിലാക്കി എടുക്കണം. പിന്നെ പപ്പടം നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മാവ് ഇത്തിരി കട്ടി തോന്നാ വെച്ചെങ്കിൽ നമുക്ക് ഇത്തിരി തന്നെ വെള്ളം ചേർത്ത് ഇതേമാതിരി പരുവത്തിൽ ലൂസാക്കി ഇട്ട് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം എടുത്തുകൊണ്ട് വേണ്ട പപ്പടവടയുടെ പപ്പടം നമ്മൾ പറഞ്ഞിട്ട് വേണം വാങ്ങിക്കാത്ത. അല്ലെങ്കിൽ സാധാ പപ്പടം കൊണ്ട് നമുക്ക് പപ്പടവട ഉണ്ടാക്കാൻ പറ്റില്ല. പപ്പടവടയുടെ പപ്പടം എപ്പോഴും കനം കുറവുണ്ടാവാം. ഈ മാവിൽ മുക്കിയിട്ട് വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇടാം. അതേമാതിരി ഈ മാവിൽ അധികം വെള്ളം വന്നു കഴിഞ്ഞാൽ പപ്പടത്തിൽ എള്ളും ജീരകമൊന്നും പിടിക്കില്ല കേട്ടാ.
അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പരുവത്തിൽ തന്നെ മാവ് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ മറിച്ച് കൊടുക്കണം. പപ്പടം എന്താ കണ്ട മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പപ്പടം ചുവന്ന് ഇതാ കണ്ട അടിപൊളിയായിട്ട് പപ്പടത്തിൽ കണ്ട എള്ളും ജീരകമൊക്കെ നന്നായി പിടിച്ചിട്ട് കണ്ട. ആ മാവ് നമ്മൾ എടുക്കുമ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായി വെള്ളമായി ഈ പപ്പടത്തിൽ ഇങ്ങനെ ജീരക എള്ളൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പം അത് ശ്രദ്ധിച്ചോളാം. വേണ്ട സൂപ്പർ പപ്പടവട അവിടെ തയ്യാറായി കഴിഞ്ഞു. വേണ്ട അടിപൊളി പപ്പടവട. പിന്നെ എല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കിയൊക്കെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ.